ഇറാനിൽ വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള സൈനിക നീക്കങ്ങൾക്ക് ഇസ്രായേലിനെ സഹായിച്ചത് ഇറാഖിലെ മരുഭൂമിയിൽ സ്ഥാപിച്ച ഈ രഹസ്യ താവളമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാഖ് സർക്കാരിന് പോലും അറിവില്ലാതെയാണ് ഇസ്രായേൽ ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അതേസമയം അമേരിക്കയ്ക്ക് ഇതേക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നുവെന്നും വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇസ്രായേൽ ഇറാഖി മരുഭൂമിയിൽ രഹസ്യ സൈനിക താവളം സ്ഥാപിച്ചത്. കൃത്യമാക്കിയാൽ ഫെബ്രുവരി 28-ന് തൊട്ടു മുൻപ്. ഇസ്രായേലിൽ നിന്നും ഇറാനിലെ കർബല നഗരത്തിന് ഏകദേശം 180 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടായിരുന്നു ഇതിന്റെ സ്ഥാനം. ഇറാൻ യുദ്ധത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപെടുത്ത ഉപഗ്രഹ ചിത്രങ്ങളിൽ ഈ രഹസ്യ താവളം വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്ന് ഏകദേശം 1600-ലധികം കിലോമീറ്റർ അകലെയാണ് ഇറാൻ സ്ഥിതി ചെയ്യുന്നത്. യുദ്ധത്തിൽ ആ ദൂരം സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ മറികടക്കുകയായിരുന്നു ഇറാഖിലെ രഹസ്യ താവളത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ജനസംഖ്യയും വലിപ്പവും കണക്കിലെടുക്കുമ്പോൾ ഒരു രഹസ്യ സൈനിക ഔട്ട്പോസ്റ്റിന് അനുയോജ്യമായ സ്ഥലമായതിനാലാണ് ഇറാഖിന്റെ പടിഞ്ഞാറൻ മരുഭൂമി ഇസ്രായേൽ തെരഞ്ഞെടുത്തത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ആക്രമണങ്ങൾക്ക് മുൻപ് ഇത്തരം സ്ഥലങ്ങൾ നിരീക്ഷിക്കുകയും അവിടെ താവളങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത് സാധാരണമാണ് എന്നാണ് നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. ഇസ്രായേലി സ്പെഷ്യൽ ഫോഴ്സ്, ലോജിസ്റ്റിക് ഹബ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം എന്നിവരെല്ലാം ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. ഇറാനിൽ ആക്രമണം നടത്താൻ ഇസ്രായേലി വ്യോമസേനയ്ക്ക് ലോജിസ്റ്റിക് സഹായങ്ങൾ നൽകുക എന്നതിന് പുറമെ ഇറാന്റെ വെടിവെപ്പിൽ ഏതെങ്കിലും ഇസ്രായേൽ യുദ്ധവിമാനം തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായാൽ പൈലറ്റിനെ ഉൾപ്പെടെ കണ്ടെത്താൻ ആവശ്യമായ തിരച്ചിൽ സേനയും ഇസ്രായേലി രഹസ്യ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരുന്നു.